ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റും അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലുമാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് അതിനെ നമ്മൾ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഫിഗർ നോക്കുക. എർത്തിന്റെ അടുത്തുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിൽ എത്രയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പോയിന്റിലേക്ക് എം മാസ് ഉള്ള ഒരു വസ്തുവിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിൽ എത്തിക്കാൻ എത്രത്തോളം വർക്ക് ചെയ്യണമോ അതിനെയാണ് നമ്മൾ ഇവിടത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പറയുന്നത്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു മാസിനെ ഈ പോയിന്റിലേക്ക് എത്തിക്കാൻ എത്രത്തോളം വർക്ക് ആവശ്യമാണോ അതാണ് ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് മാസ്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ബോഡി ഓഫ് മാസ് എം ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇവിടെ മൊത്തം ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നത് എടുക്കാതെ ഒരു ചെറിയ ഡിസ്റ്റൻസ് മാസിനെ നീക്കാൻ ആവശ്യമായ വർക്ക് ഡൺ കാണാൻ പോവുകയാണ്. അപ്പൊ ചെറിയ ഡിസ്റ്റൻസ് ഇവിടെ എ മുതൽ ബി വരെ dx ആണ് അതിന്റെ അകലം. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഈ മാസിനെ കൊണ്ടുവരാൻ എത്രത്തോളം എമൗണ്ട് വർക്ക് കിട്ടും എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് ദ ബോഡി ഓഫ് മാസ് എം ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dxനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിനെ എങ്ങനെയാണ് എഴുതുക? dw എന്നാണ് എഴുതുക. വർക്ക് എപ്പോഴും എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഫോഴ്സിന് എഫ് കൊണ്ടും ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ് നടന്നത്? ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ദാറ്റ് ഈസ് dx. ഇതാണ് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇവിടെ ഇതിനെ നമുക്ക് ഫോഴ്സിനെ ഈ രണ്ട് വസ്തുക്കളും ഇപ്പൊ ഇരിക്കുന്ന രണ്ട് വസ്തുക്കൾ എവിടെയാണ്? ഒന്ന് ക്യാപിറ്റൽ എം മാസ് ഉള്ള വസ്തു, ഒന്ന് സ്മോൾ എം മാസ് ഉള്ള വസ്തു. ഇവ തമ്മിലുള്ള അകലം ഇവിടെ x ആണ്. അങ്ങനെയുള്ളപ്പോ അതിന്റെ ഫോഴ്സ് എത്രയായിരിക്കും? ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമുക്ക് എം ആണ് മാസ്, ക്യാപിറ്റൽ എം സ്മോൾ എമ്മും. പക്ഷെ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഇപ്പോ എയിലായിരുന്നപ്പോ എക്സ് ആയിരുന്നു, അതുകൊണ്ട് എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു dx. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ ചെറിയ വർക്ക് കിട്ടിയത് ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം വർക്ക് വേണമെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് ആണ് ഉള്ളത്. അതിന്റെ പേരാണ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മളിവിടെ ടോട്ടൽ വർക്ക് കാണാൻ പോവാണ്. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ബോഡി ഓഫ് മാസ് എം ഫ്രം ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിന്നുള്ളതിനാണ് ഈ സിമ്പൽ കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു സിമ്പല്, ടു ദ പോയിന്റ് പി ഈസ്. നമുക്ക് ടോട്ടൽ വർക്ക് ആയതുകൊണ്ട് ടോട്ടൽ വർക്കിനെ w എന്ന് കാണിക്കാം. ഇതിനെ ടോട്ടൽ കിട്ടാനായിട്ട് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ എങ്ങനെയാണ് എഴുതുക? ഇതാണ് ഇന്റഗ്രൽ എന്നാണ് ഇതിനെ പറയാ. ഇങ്ങനെ ഒരു എസ് പോലെ വളച്ചിടുന്ന വര. ഇത് മാത്സിൽ നിങ്ങൾ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഇപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ ഈ സിമ്പൽ ഇടുമ്പോൾ ഇന്റഗ്രൽ എന്നാണ് പറയാം. ഇന്റഗ്രൽ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ചെറിയ വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത് നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എവിടെ മുതൽ? ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റിലേക്ക് എത്തിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി അല്ലെ, ഇതിലേക്കുള്ള ഡിസ്റ്റൻസോ ആണ്. അപ്പൊ നമ്മൾ എവിടെ മുതൽ എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് ഇതിന്റെ താഴെയും മുകളിലും ആയിട്ടാണ് എഴുതുക. ഇതിവിടെ എഴുതുന്നതിനെ പറയുന്നത് ലോവർ ലിമിറ്റ് എന്നും, താഴെയുള്ളത് ലോവർ, മുകളിൽ എഴുതുന്നതിനെ അപ്പർ ലിമിറ്റ് എന്നുമാണ് പറയാം. അപ്പൊ ലോവർ ലിമിറ്റ് ഇവിടെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന്. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? പി എന്ന പോയിന്റ്, അതായത് r ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റിലേക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇന്റഗ്രേഷൻ ചെയ്ത. ഇതിനെ പറയുന്നത് w is equal to integral infinity to r dw. ഇനി ഈ dwന്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് വരിക? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r f അല്ലെ. എഫിന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ dx. ഇന്റഗ്രേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താണ് ഡി ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ സ്മോൾ എമൗണ്ട് എടുത്തിട്ടുള്ളത് എന്തിന്റെയാണോ ആ ഒരു ക്വാണ്ടിറ്റീനെ മാത്രമാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം അതിനെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ dx ആണ് ഇവിടെ വരുന്ന വേരിയബിൾ. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ് വരുന്ന ക്വാണ്ടിറ്റീസിനെ മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഈ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ എന്താവും? ക്യാപിറ്റൽ G
ക്യാപിറ്റൽ എം സ്മോൾ എം പുറത്തെടുത്തു. ബാക്കി നമുക്ക് എഴുതുന്നത് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/x² dx എന്നാണ് എഴുതുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ 1/x² എങ്ങനെ എഴുതാം? നിങ്ങൾ ഡയമെൻഷൻ അനാലിസിസിലൊക്കെ L⁻² എന്ന അടിയിൽ വന്നാൽ എന്താ എഴുതാറ്? L⁻² എന്ന് മുകളിലായിട്ട് എഴുതും അല്ലെ. അതുപോലെ ഇവിടെ നമുക്ക് എന്തെഴുതാം? GMM ഇവിടെ ഉള്ളത് അങ്ങനെ തന്നെ എഴുതാം. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻² dx. ഇതാണ് നമുക്കിനി ചെയ്യേണ്ടത്. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ചില ഇന്റഗ്രേഷന്റെ ഫോർമുലകൾ നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇതൊരു ജനറൽ ഫോർമുല മാത്രമേ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. അത് കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ ഏതൊരു സന്ദർഭത്തിലും ജനറലി ഇന്റഗ്രേഷന്റെ ഒരു ഫോർമുലയാണ്, അതൊരു ബോക്സിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് എപ്പോഴും നമുക്ക് ആവശ്യം വരും. ഈ ഒരു ഫോർമുലയാണ് ഇപ്പൊ തൽക്കാലം ആവശ്യം വരുന്നത്. ഇന്റഗ്രേഷന്റെ ജനറൽ ഫോർമുല ഇന്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടുന്നത് x⁻n+1/n+1 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇന്റഗ്രൽ x⁻² dx എന്നുള്ളതിന്റെ ഉത്തരം എന്തായിരിക്കും? എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ -2 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ x⁻²+1 ഡിവൈഡഡ് ബൈ -2+1. ഇതെന്താണ് അപ്പൊ കിട്ടുന്നത്? x⁻1/-1. നമുക്ക് ഈ x⁻1 1/x എഴുതാലോ. മൈനസും കൂടി ചേരുമ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ് കിട്ടുന്നത്? -1/x. അപ്പൊ ഇതാണ് ഇന്റഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇന്റഗ്രേഷന്റെ പാർട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ജനറൽ ഫോർമുല. ബാക്കി നമ്മളിപ്പോ ഇവിടെ ചെയ്തത് ആ ഒരു ഫോർമുല വെച്ചിട്ട് ഇവിടെ ചെയ്തതാണ് ഈ ബോക്സിനകത്ത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം? GMM, അതായത് ക്യാപിറ്റൽ എം സ്മോൾ എം. ഈ ഇന്റഗ്രേഷന് ശേഷം വരുന്ന ഉത്തരം നമ്മളെപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് എഴുതാം. ദാറ്റ് ഈസ് -1/x ആണ് ഉത്തരം കിട്ടിയത് അല്ലെ. നമ്മളിവിടെ ലിമിറ്റ്സ് ഉണ്ട്, ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഇവിടെയാണ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തത്. ഇത് ബ്രാക്കറ്റിന്റെ റൈറ്റ് സൈഡിലാണ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇനി ഉത്തരം കിട്ടിക്കഴിഞ്ഞ ശേഷം എഴുതുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ മൈനസിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? -G ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു 1/x ഇൻഫിനിറ്റി ടു ആർ. ഇനി ബ്രാക്കറ്റ് മാറ്റാൻ ഒരു കാര്യം ചെയ്യേണ്ടത്, എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ അല്ലെ. അപ്പൊ എക്സിന്റെ സ്ഥാനത്തേക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുക ആദ്യം. പിന്നെ ഒരു മൈനസ് ഇട്ടിട്ട് എക്സിന്റെ സ്ഥാനത്തേക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ എഴുതി വരുമ്പോ ഇങ്ങനെയാണ് വരിക. -GMM അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ബാക്കി ആദ്യം 1/, എന്ന് എഴുതി എക്സിന്റെ സ്ഥാനത്ത് r എന്ന് എഴുതി. ഇനി മൈനസ് ഇട്ടിട്ട് ഇതേ 1/xന്റെ സ്ഥാനത്ത് 1/∞ എന്ന് എഴുതി. ഇതാണ് എപ്പോഴും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ട രീതി. 1/∞ വില എത്രയാണ്? 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. 1/∞ 0 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് എഴുതാം? ഇറ്റ് ഈസ് -G capital M small m divided by r. This is the amount of work done to bring that mass from infinity to the point P. ഈ ഇത്രയും ആണ് വർക്ക് ഡൺ കിട്ടിയതെങ്കിൽ ഈ വർക്ക് ഡൺ ആണ് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ ബോഡി ആസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റില്, എർത്തിന്റെ സെന്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ, ഇത് PE എന്ന് എഴുതിയത് ഷോർട്ടാക്കി എഴുതിയതാണ്, ഗ്രാവിറ്റേഷണൽ PE, അതായത് U എന്നാണ് സിമ്പിൾ കൊടുക്കുക. ആ U = അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്? ഇത് എത്ര എമൗണ്ട് വർക്കാണോ അത് തന്നെ. ഇപ്പൊ G capital M small m ഡിവൈഡഡ് ബൈ r. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷനും നമുക്ക് കിട്ടി. ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഇവിടെ കിട്ടി. ഇത് കിട്ടിയതിൽ നിന്ന് നമുക്ക് ചില പോയിന്റ്സ് ചെയ്താൽ, അപ്പൊ ഇതൊരു ഫോർമുലയാണ്, ഡെഫിനിഷനാണ്. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങളിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ ഈ ഫോർമുല, ഒന്നാമത്തെ പോയിന്റ് ഡെഫിനിഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. നെഗറ്റീവ്, ആ നെഗറ്റീവ് സൈൻ എന്താണ് കാണിക്കുന്നത്? നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എർത്ത് ഓൺ ദ ബോഡി. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് പറയാം, വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആയതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നതെന്നും നമുക്ക് പറയാം.
ഇനി ഈ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ നെഗറ്റീവ് 6 കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? 6 കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരിക്കും നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ സാധാരണ 6 കൂടുമ്പോൾ യു കുറയണം അല്ലെ. ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ്. ഈ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? വെൻ ആർ ഇൻക്രീസസ് യു ഓൾസോ ഇൻക്രീസസ്. 6 കൂടി ഇൻഫിനിറ്റിയിൽ എത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ അവിടെയാണ് ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. വെൻ ആർ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. 6 ഇൻഫിനിറ്റിയുടെ തുല്യമായി നോക്കി. ആ ഡിസ്റ്റൻസ് കൂടി നമ്മൾ മാസ് എവിടെ കൊണ്ട് ആണ് വെച്ചിരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? 6 ഏറ്റവും കൂടുതലായി. ദാറ്റ് ഈസ് യു ബിക്കംസ്, ഇൻഫിനിറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് വരിക? 0 അല്ലെ. യു 0 എന്ന് പറയുന്നതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ. കാരണം നെഗറ്റീവ് ആണ് ബാക്കിയെല്ലാം. അപ്പൊ ഏറ്റവും മാക്സിമം ഇവിടെ എന്താണ് വരുന്നത്? 0 ആണ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും കുട്ടികൾ മാക്സിമം ഇങ്ങനെ 0 ആവാന്ന് ചോദിക്കാറുണ്ട്. കാരണം ബാക്കി എല്ലാ വാല്യൂ നെഗറ്റീവ് ആണ്. ഇൻഫിനിറ്റിയിൽ വരുമ്പോൾ 0 ആവുന്നത്. ഇനി അങ്ങോട്ടില്ലല്ലോ, ഇൻഫിനിറ്റി ആണ് എന്റെ ഏറ്റവും ലാസ്റ്റ് ലിമിറ്റ്. അപ്പോൾ കിട്ടാവുന്ന മാക്സിമം വാല്യൂ പൊട്ടൻഷ്യൽ എനർജിക്ക് 0 ആണ്. For all other values R is potential energy is negative. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ്. എന്താണ് എവിടെയാണ് മാക്സിമം ആവുക? ഇൻഫിനിറ്റിയിൽ. അത് എത്രയാണ് വാല്യൂ? 0 ആണ് പൊട്ടൻഷ്യൽ എനർജിക്ക് കിട്ടുന്ന വാല്യൂ. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്ന് വരാവുന്ന ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇവിടെയുള്ള മൈനസ് സൈൻ കൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ വന്നത്. ഈ ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി പഠിക്കാം. Change in potential energy when the body is moved from a distance r1 to r2. Change in potential energy എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ യു. ചേഞ്ച് എന്ന് കാണിക്കാം. അപ്പൊ ഇത് കാണിക്കാനായിട്ട് നമ്മുടെ ഗ്രാവിറ്റേഷനിലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇല്ലേ? എന്താണ് നമ്മൾ ചെയ്തത് ആദ്യം? ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഒരു കാര്യം മാത്രം മാറ്റമുണ്ടോ? ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? r1 മുതൽ r2 വരെ. അപ്പൊ നമ്മുടെ ഇക്വേഷനിലെ ബാക്കിയെല്ലാം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? എങ്ങനെയാണ് വന്നത്? മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു 1/x. ലിമിറ്റ്സ് മാത്രം മാറി r1 ടു r2. അപ്പൊ ലിമിറ്റ്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു 1/r2 മൈനസ് 1/r1. ഓക്കെ. അപ്പൊ 1/r2 മൈനസ് 1/r1 അകത്തേക്ക് ഈ ബ്രാക്കറ്റ് ഈ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം. അപ്പൊ എന്താണ് ആദ്യം വരുന്നത്? പ്ലസ് ഉള്ളത് എഴുതാം. 1/r1 മൈനസ് 1/r2. ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നീക്കുമ്പോൾ എത്രത്തോളം ചേഞ്ച് ആണ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഉണ്ടാവുന്നത് എന്ന് കാണാനായിട്ട് ഇവിടെ നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു 1/r1 മൈനസ് 1/r2. r1ൽ നിന്ന് r2ലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല സാധാരണ എല്ലാ കുട്ടികളും പറയുന്നതാണ് mgh. അത് എങ്ങനെയാണ് വന്നത് നോക്കാം. അതിന്റെ ഡെറിവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ എർത്തിന്റെ സർഫസിൽ നിന്ന് h ഉയരത്തിലിരിക്കുന്ന ഒരു മാസ് കൺസിഡർ ചെയ്തു. ഇതിന്റെ മുകളിൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എപ്പോഴും നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കും. ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ dx എന്ന അകലത്തിലൂടെ ഈ മാസിനെ നമ്മൾ സഞ്ചരിപ്പിക്കുമ്പോൾ നീക്കുമ്പോൾ എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ സ്മോൾ വർക്ക് ഡൺ എത്രയാന്ന് നോക്കാം. സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് ദ മാസ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dx. ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് dx നീക്കാൻ എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് നമ്മൾ എഴുതുന്നത് എപ്പോഴും എങ്ങനെയാണ്? dw ഈക്വൽ ടു എഫ് dx അല്ല, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതിൽ ഫോഴ്സിന് എഫ് എന്നും ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എടുത്തുള്ളത് dx ആയതുകൊണ്ട്. ഇനി ആ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കാറുള്ള ഫോർമുല എന്താണ്? ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ dx എന്നാണ് കൊടുക്കുക അല്ലെ. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു എ ഹൈറ്റ് h എന്ന് വെച്ചാൽ എത്രയാണ്? ഈ പോയിന്റ് ഉള്ള സർഫസിൽ എന്ന് പറയുമ്പോൾ സെന്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ്. അതിൽ നിന്ന് h ഉയരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് എന്തായി? r+h ആയി. അപ്പോൾ ലിമിറ്റ്സ് നമുക്ക് എവിടെ മുതൽ എവിടം വരെ എന്നാണ് പറയേണ്ടത്?
ആർ എന്ന പോയിന്റിൽ നിന്ന് ആർ പ്ലസ് എച്ച് എന്ന പോയിന്റിലേക്ക് നീക്കാൻ എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രേ ചെയ്യാനുള്ളൂ. ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാറുള്ളതിന്റെ ലിമിറ്റ്സ് മാത്രം മാറ്റി കൊടുക്കുക. ലിമിറ്റ്സ് ഇവിടെ R2 R+H എന്ന് എഴുതാം അല്ലെ. ഇതിൽ നമ്മൾ DWന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇന്റഗ്രൽ ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ x² dx. ലിമിറ്റ്സ് പക്ഷെ R2 R+H എന്നായി മാറും. ഇതിന്റെ ഉത്തരമൊക്കെ ചെയ്തത് നമുക്കറിയാം അല്ലെ. ഇന്റഗ്രൽ x⁻² dx എന്ന് വരെ വരും ഇത്. അതിൽ നിന്ന് ഇനി വീണ്ടും ഈ സ്റ്റെപ്പ് എഴുതണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. ഇതില് നമുക്ക് GMM പുറത്തെടുക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇതില് ഈക്വേഷനില് dxനുസരിച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സിന്റെ ടേം മാത്രമാണ് അവിടെ ഉള്ളിൽ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം അതിനനുസരിച്ച് കോൺസ്റ്റന്റ് ആണ് ഇതിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ അതൊക്കെ പുറത്തേക്ക് എടുക്കാം. ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ആണ് ഇതിന്ന് പുറത്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ്. ബാക്കി അതിനുള്ളിൽ നിൽക്കുന്നത് 1/x² dx എന്നുള്ള ഭാഗം മാത്രമാണ്. ഇതിന്റെ ലിമിറ്റ്സ് R2 R+H. ഇനി ഈ 1/x² നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ G ക്യാപിറ്റൽ M അത് അതുപോലെ തന്നെ എഴുതി ഇന്റഗ്രൽ R2 R+H. 1/x² നമുക്ക് x⁻² dx എന്ന് എഴുതാം അല്ലെ. ഈ ഇന്റഗ്രേഷന്റെ ഫോർമുല പ്രകാരം x⁻n dx എന്നാണെങ്കിൽ x⁻n+1/n+1 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? x⁻² -2+1/-2+1. അതായത് ഇതിന്റെ ഉത്തരം x⁻⁻1/-1 ആണ്. ഈ x⁻⁻1നെ നമുക്ക് 1/x എന്ന് എഴുതാം. ഈ -1 കൂടി ചേർന്ന ഉത്തരം എന്തായി? -1/x. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഇന്റഗ്രേഷന് ശേഷമുള്ള ഉത്തരം, ഈ ഭാഗത്തിന്റെ ഉത്തരം എന്താണ്? -1/x. ലിമിറ്റ്സ് ഇതിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാക്കിയിട്ട് റൈറ്റ് സൈഡിലാണ് ലിമിറ്റ്സ് കൊടുക്കുക. ഇവിടുത്തെ ലോവർ ലിമിറ്റ് ഇവിടെ ലോവർ ആയിട്ട് എഴുതാം. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഇവിടെ അപ്പർ ലിമിറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയാണ്? G ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു -1/x ലോവർ ലിമിറ്റ് R അപ്പർ ലിമിറ്റ് R+H. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ അപ്പർ ലിമിറ്റ് മൈനസ് പുറത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലിമിറ്റ്സ് കൊടുക്കാം. അപ്പൊ എന്താണ് വരിക? ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു ആദ്യം എക്സിന്റെ സ്ഥാനത്ത് R+H അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുക. അപ്പൊ -1/xന്റെ സ്ഥാനത്ത് R+H മൈനസ് ഇട്ടിട്ട് -1/R. ഇങ്ങനെയാണ് ലിമിറ്റ്സ് കൊടുക്കുന്നത്. അപ്പോ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആദ്യം എഴുതാം. 1/R മൈനസ് ഈ ടേം 1/R+H. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കുക. ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു ഡിനോമിനേറ്റർ സെയിം ആക്കുന്നത് എന്തായിരിക്കും? ഡിനോമിനേറ്റർ R ഇൻറ്റു R+H. അതിനുവേണ്ടി ന്യൂമറേറ്ററിൽ ഇവിടെ എന്ത് വരും? R+H വരും. ഇവിടെ നമ്മൾ R വരും. അപ്പോൾ -1നെ നമ്മൾ R കൊണ്ട് ഗുണിച്ചു. എന്താണ് ബാക്കി വരുന്നത്? മൈനസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ H ബാക്കി വരും. താഴെ നമുക്ക് R ഈ ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ R² RH എന്ന് വരുന്നു. നമ്മളിവിടെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. നമ്മൾ അത്ര ഉയരത്തിലൊന്നും അല്ല എടുക്കുന്നത്. H വളരെ ചെറുതാണ് എന്ന് എടുക്കാം. അപ്പൊ സിൻസ് H ഈസ് വെരി ലെസ് കമ്പയർഡ് ടു R, RH ക്യാൻ ബി നെഗ്ലക്റ്റഡ്. RH എന്നുള്ളതിനെ നമുക്ക് R² കൂടിയാണ് ഇത് കൂട്ടുന്നത്. അപ്പൊ അത് അത്ര വലിയ വാല്യൂ അല്ലാത്തതുകൊണ്ട് RH ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അങ്ങനെ വരുമ്പോ എന്തായി മാറും ഇത്? ഈ ഇക്വേഷൻ G ക്യാപിറ്റൽ M സ്മോൾ m H ഡിവൈഡഡ് ബൈ R². ഇവിടുത്തെ ഈ ഒരു ഫാക്ടറിനെ കണ്ടിട്ട് എന്താന്ന് തോന്നുന്നുണ്ട്? എന്താണ് GM/R²? സ്മോൾ ലെറ്റർ G അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമ്മൾ പഠിച്ച ഫാക്ടർ ആണ് എന്ത്? ക്യാപിറ്റൽ G ക്യാപിറ്റൽ M/R². അപ്പൊ അതിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് GMH, അല്ലെങ്കിൽ ഇതാണ് എന്ത്? MGH. ഇതല്ലേ നമ്മൾ പഠിച്ച പൊട്ടൻഷ്യൽ എനർജി? ഈ വർക്ക് ഡൺ തന്നെയാണ്. ദാറ്റ് ഈസ് ഇതാണ് വർക്ക് ഡൺ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു
പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു mgh. അപ്പൊ ഇങ്ങനെയാണ് ആ mgh എന്നുള്ള ഫോർമുല വന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ അതിന്റെ കൂടെ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന അടുത്തൊരു ക്വാണ്ടിറ്റിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്നാണ് ഇവിടെ, പൊട്ടൻഷ്യൽ എനർജി അല്ല. അപ്പൊ നല്ല ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പൊ നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ V എന്നാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കൂ. നിങ്ങൾ നേരത്തെ കണ്ടതിന് എന്താ വ്യത്യാസം കിട്ടിയെന്ന് മനസ്സിലാവും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ്. ഇതിൽ മാത്രം ഇവിടെ വ്യത്യാസമുള്ളൂ. യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പൊ ഇവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? മാസ് യൂണിറ്റി ആണ്. യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 1 എന്ന വാല്യൂ ആണ് അവിടെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം വർക്ക് ചെയ്തോ അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. അപ്പൊ മാസും കൂടി നമ്മൾ ഇതിന് ഈ ഫോർമുലയിൽ നിന്ന് ഒഴിവാക്കി, സ്മോൾ ലെറ്റർ എമ്മിന്റെ സ്ഥാനത്ത്. അപ്പൊ പൊട്ടൻഷ്യൽ വിക്ക് നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? എമ്മിന്റെ വില 1 ആവുമ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ വരുന്ന മാറ്റം എന്താണ്? മൈനസ് ക്യാപിറ്റൽ G ക്യാപിറ്റൽ M. ഇവിടുത്തെ ഈ M 1 ആയി മാറി ബൈ R. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ അതേ ഡെഫിനിഷൻ തന്നെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലെ? എന്താണ്? മാസ് യൂണിറ്റ് ആക്കി മാറ്റി. ഇവിടെ ബാക്കിയെല്ലാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സും എല്ലാ പോയിന്റ്സും ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ ആണിത്, ഇതിന്റെ ഫോർമുലയാണിത്. മൂന്നാമത്തെ കാര്യം ഇതിന്റെ നെഗറ്റീവ് സൈൻ അല്ലെ? അപ്പൊ നെഗറ്റീവ് സൈൻ എന്താണ് കാണിക്കുന്നത്? ഇവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് വിയുടെ വില എപ്പോഴും ആറിനനുസരിച്ച് എന്താ ചെയ്യുന്നത്? കൂടുന്നു. അപ്പൊ എന്താ പറയാ നമുക്ക്? വെൻ ആർ ഇൻക്രീസസ് വി ഇൻക്രീസസ്. ആറ് കൂടുമ്പോ വിയും കൂടുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ആറിന്റെ വില മാക്സിമം ആവുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ? വെൻ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ആറ് ഇൻഫിനിറ്റി ആവുമ്പോഴാണ് വിയുടെ വില മാക്സിമം ആവുക. മാക്സിമം വില എത്രയാണ്? 0. അപ്പൊ വിയുടെ വില മാക്സിമം ആവുന്നത് ഇൻഫിനിറ്റിയിലാണ്. അത് എത്രയാണ് അതിന്റെ വില? 0 ആണ്. അപ്പൊ വി അറ്റ് എ പോയിന്റ് ഓർ അറ്റ് ഓൾ അതർ പോയിന്റ്സ് വി ഈസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് മാക്സിമം നമുക്ക് എന്ത് പറയുന്നത്? മാക്സിമം 0 ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ദ എർത്ത് സർഫസ്, എർത്തിന്റെ സർഫസിലായിരിക്കും എത്രയായിരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്നെങ്ങനെ എഴുതാം? ഈ ഒരു ഫോർമുലയിൽ നിന്ന് അത് എഴുതാം അല്ലെ? അപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് നേരത്തെ കണ്ട ഫോർമുലയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ എന്ത് ചെയ്താൽ മതി? ആറിന്റെ വില ക്യാപിറ്റൽ ആർ ആക്കുക. അപ്പൊ വി ഈക്വൽ ടു എന്തായി മാറി? വി ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ ആർ. കാരണം ഇവിടെ നമ്മൾ ഏതൊരു പോയിന്റിലേക്കാണ് കൊണ്ടുവരുന്നത്? സർഫസിലുള്ള പോയിന്റിലേക്ക്. അതിലേക്ക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഇതിനെ എഴുതി തന്നെ പഠിക്കാം. താങ്ക് യു.